ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ മൊബൈൽ ഫോണിനകത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം ആണല്ലേ. പക്ഷേ ഉണ്ടല്ലോ, ഗൂഗിൾ ക്രോമിൻ്റെ അവസാനത്തെ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ ക്രോം നേരെ ചൊവ്വേ വർക്ക് ചെയ്യുന്നില്ല. ഭയങ്കര താമസമാണ് ലോഡ് ചെയ്യാനായിട്ട്. നമ്മൾ ടൈപ്പൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം അത് വരാനായിട്ട്. നമ്മൾ ഓർക്കും നമ്മുടെ ഫോൺ ഹാങ് ആയി പോയതാണോ എന്നുള്ളത്. ശരിക്കും അതല്ല, ശരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ നേരെ വർക്ക് ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ ആ ഒരു ബഗ് അവർ അടുത്ത അപ്ഡേറ്റിനകത്ത് ഫിക്സ് ചെയ്യുമായിരിക്കും. അപ്പം അത്രയും കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് മറ്റൊരു ബ്രൗസർ നമുക്ക് വേണമല്ലോ. അപ്പോൾ മൊബൈലിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബ്രൗസർ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഫോണിനകത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനുള്ളിൽ മോസില്ല ഫയർഫോക്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫയർഫോക്സ് ബ്രൗസർ നമുക്ക് കിട്ടുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. വെൽക്കം പേജിനകത്ത് കുറച്ച് സെറ്റിങ്സ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ലൈറ്റ് തീം വേണോ ഡാർക്ക് തീം വേണോ എന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. ടൂൾ ബാർ പ്ലേസ്മെൻറ്റും നമുക്ക് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ടോപ്പ് വേണോ ബോട്ടം വേണോ എന്നുള്ളത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അതുപോലെ പ്രൈവസി ഓപ്ഷൻസ് അത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. മറ്റുള്ള ഡിവൈസുമായിട്ട് സിങ്ക് ചെയ്യണമെങ്കിൽ അതും സെലക്ട് ചെയ്യാം. പ്രൈവസി റീഡ് ചെയ്യാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാം. ഈ ഫയർഫോക്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ കാണുന്ന 3 ഡോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഗൂഗിൾ ക്രോമിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റാണ് ഫയർഫോക്സ് ബ്രൗസർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മിക്കവാറും പേർക്ക് ഉപകാരപ്രദമാകുമായിരിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേര് ആ ഒരു അപ്ഡേറ്റ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഒക്കെ ഫോണിനകത്ത് ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായിരിക്കും പ്രശ്നം എന്നുള്ളത് ഒരുപക്ഷെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കും അങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.